ആദരിച്ച രാജ്യത്തെ ആദ്യ സിവിൽ സർവീസ് ജേതാവായ AK ശാരികയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഒട്ടേറെ പേർക്ക് മാതൃകയും പ്രത്യാശയുമാണ് എന്ന് ശാരിക ക്ഷണിക്കുന്നു വേദിയിലേക്ക് സ്നേഹപൂർവ്വം. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ശാരിക എത്തുന്നു. പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡും മെമന്റോയും അദ്ദേഹം നൽകുന്നു. രാജ്യത്തിന്റെ നെറുകയിലേക്ക് നമ്മുടെയും കൂടി പേരെത്തിച്ച് മിടുക്കിയാണ്. ചെറിയ കൈയിടിയല്ല നമ്മൾ കൊടുക്കേണ്ടത്, ഹൃദയം കൊണ്ട് സ്നേഹപൂർവ്വം ശാരികയ്ക്ക് സ്നേഹം ഞങ്ങൾ നൽകുകയാണ്. ക്യാഷ് അവാർഡ് മമ്മൂക്ക നൽകുന്നു, മെമന്റോ മമ്മൂക്ക നൽകുന്നു. ശാരികയുടെ വാക്കുകളാണ് നമുക്ക് കേൾക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ്. എല്ലാവരും പറഞ്ഞതുപോലെ നമ്മളെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഈ ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. ആദ്യം തന്നെ എന്നെ ഈ അവാർഡ് സെലക്ട് ചെയ്ത കൈരളി TV-ക്കും അതിൻ്റെ സംഘാടകർക്കും ജൂറിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ശക്തിയും എനിക്ക് വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞു വെച്ച എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ കുടുംബം, പിന്നെ എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ അധ്യാപകർ, എൻ്റെ നാട്ടുകാർ, എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. നമുക്കറിയാം 2 കോടിയിലധികം ആളുകളാണ് ഇന്ന് ഇന്ത്യയിൽ ഭിന്നശേഷിക്കാരായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലി ആബിൾഡ് ആയിട്ടുള്ളത്. പക്ഷേ അവരെ എല്ലായ്പ്പോഴും ഒരു ഡിപ്പെൻഡൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. ഫിനാൻഷ്യലി ആയാലും മറ്റ് ഡെയിലി കാര്യങ്ങൾക്കായാലും നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടേത്. പക്ഷേ നമ്മളുടെ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരെ വലിയൊരു ലീഡർഷിപ്പ് റോളിലേക്ക് അല്ലെങ്കിൽ ഹൈ റെസ്പോൺസിബിൾ റോളിലേക്ക് എത്തിക്കണം എന്നൊരു സ്വപ്നത്തിലാണ് ആബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ ഡയറക്ടറായ ജോബിൻ സർ പ്രൊജക്ട് ചിത്രശലഭം എന്ന പദ്ധതി ആരംഭിക്കുന്നത്. ഇതുപോലെ ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഫ്രീ കോച്ചിങ് നൽകുന്നുണ്ട്. ഞാനിതിവിടെ പറയുന്നത് ആരൊക്കെങ്കിലും നമ്മളെ പോലെയുള്ള ആളുകൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ട്, സിവിൽ സർവീസിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഇതൊരു വലിയൊരു സഹായമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ അവാർഡ് കിട്ടിയ എല്ലാവർക്കും ഒരുപാട് ആശംസ അർപ്പിക്കുന്നു. നിങ്ങളൊക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ആ ഒരു സ്പെഷ്യലി ആബിൾഡ് കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിലോട്ട് എത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. സാധാരണ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ച് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇന്ന് ഇവിടെ എത്തി നിൽക്കാൻ പറ്റുന്നതിൽ എല്ലാം ഒരുപാട് പേരുടെ പ്രയത്നവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ്. അതിൽ തീരാത്ത കടപ്പാടും നന്ദി എനിക്ക് എന്നും ഉണ്ടാവും. എനിക്ക് പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരുപാട് പേരുണ്ടാവും. അവരുടെ അടുത്ത് എനിക്ക് നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് മാത്രമേ പറയാനുള്ളൂ. മഴക്കാലത്തെ എല്ലാ പക്ഷികളും അതിൻ്റെ കൂടുകളിൽ അഭയം തേടുന്നു, എന്നാൽ പരുന്ത് മാത്രം മേഘങ്ങളുടെ മുകളിലൂടെ പറന്നാണ് മഴയെ അതിജീവിക്കുന്നത്.
അപ്പം നമ്മളെ ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെ നമ്മൾ ഒരിക്കലെങ്കിലും അതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നമ്മൾ തോൽപ്പിക്കാൻ പറ്റത്തില്ല. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു കൈരളി ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. ഇന്ന് ശാരിക പറഞ്ഞു ഒരു താങ്ക്സ് ഒക്കെ അമ്മേനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിലും ഏറ്റവും അധികം നമ്മൾ ഇവർക്ക് പുരസ്കാരം കൊടുക്കുമ്പോഴും കൂടെയുള്ളവർക്ക് കൊടുക്കേണ്ടതാണ് ഓസ്കർ എന്ന് ചിലപ്പോൾ തോന്നി പോവാറുണ്ട് അല്ലേ? ശരിക്കും അവിടെ നൂറൊക്കെ ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒരു 2 വാക്ക് കൂടുതലൊന്നും പറയണ്ട, അമ്മ എന്താ പറയാനുള്ളത്? നമുക്ക് കേൾക്കാനൊരു ആഗ്രഹം കൊണ്ടാണ്. അയ്യോ, ശാരികയെക്കുറിച്ച് പറഞ്ഞാൽ മതി. ശരി, അമ്മയ്ക്കും കൊടുക്കാം നമുക്ക് വലിയൊരു കൈയടി. താങ്ക് യു സോ മച്ച് ശാരിക. രാജ്യത്തിലേക്ക് നമ്മുടെ പേര് ഉൾപ്പെടെ എത്തിച്ചതിൽ ഒരുപാട് അഭിമാനം, സ്നേഹം, സന്തോഷം. താങ്ക് യു.